ഗായ്സ്, എല്ലാവർക്കും ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഒരു ചിക്കൻ റോസ്റ്റും സമയമുണ്ടെങ്കിൽ കപ്പ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതെന്ത് മിന്നി അങ്ങ് നിൽക്കുവാണല്ലോ. അതെ, അപ്പൊ ഞങ്ങൾ ചിക്കനൊക്കെ കഴുകി റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങട്ടെ. നമ്മൾ ഈ മരം എങ്ങനെയൊക്കെ ഒന്ന് അലങ്കരിച്ച് റെഡിയാക്കാനുള്ള പരിപാടിയില്ല. അതെ, ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതിലും വലിയ സ്റ്റാറും ഉണ്ട്. രാവിലെ പണി തുടങ്ങിക്കോ. ചിക്കൻ കഴുകാൻ എക്സ്പെർട്ട്. അതെ അതെ, സമയമുണ്ടെങ്കിൽ കപ്പ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അലങ്കരിച്ചിട്ട് അതെ, ലൈറ്റ് ഒക്കെ റെഡിയാക്കാം. പെട്ടെന്ന് കഴിക്കോ. ഇച്ച ഇരുന്നു അറക്കാൻ പോവല്ല, ഇരിക്കുന്ന സ്റ്റൈലൊക്കെ ഉണ്ട്. നീ ബ്രൂട്ടാലിറ്റി ഏതോ പോരെ നിനക്ക് തിന്നാൻ. കഴിഞ്ഞ വട്ടം നമ്മള് വീഡിയോ ഉണ്ടാക്കി പ്രണവൻ അതുണ്ടായാലും ഇറങ്ങും അങ്ങോട്ട്. നീ അല്ലേ പറഞ്ഞ നിനക്ക് കണ്ട് വലിയ ക്ലീനിങ് അറിയാം. അവൻ അത് ലിവർ ലവർ. അത് ചിക്കന്റെ ചെസ്റ്റ് പോർഷൻ. ചിക്കനൊക്കെ കഴുകി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ രാഹുല് ചിക്കൻ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആ സാധനം എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയും തീ കത്തിക്കണം. അടുപ്പ് തീ കത്തിച്ചിട്ട് സാധനം പരിപാടി തുടങ്ങണം. 6 മണി കഴിഞ്ഞു, അല്ലെ ഇനി ഇരുട്ടാവും. വെക്കുന്നതാണ് കുനിച്ചു പിടി, അപ്പം ആ സാധനം കത്തി കയറി. കത്തി കഴിഞ്ഞിട്ട് അടുപ്പ് വെച്ചാൽ ഇനിയും പേപ്പർ വയ്ക്കണ്ട. ഇന്നത്തെ ചിക്കൻ റോസ്റ്റിന് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി റെഡിയാക്കി. പിന്നെ കരിയാപ്പില രാവിലെ ഇവിടെ ഇന്ന് അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും, വെറുതെ അവിടെ തീ കത്തിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് ഉമ്മാരെ കാണിച്ചാൽ ഫോട്ടോ കണ്ടപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് തന്നെ ഏൽപ്പിച്ച് ഫസ്റ്റ് നമുക്ക് എണ്ണ ഒഴിക്കാം. തീ കണ്ണിലോട്ട് നല്ല ചൂടുണ്ട് അല്ലേ? ഈ കത്തുന്നില്ല. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്രഷ് ചെയ്ത്. ചൂടായോ? നല്ല ചൂടായി കാണും. ചൂടല്ലായിരുന്നു, ഇപ്പോൾ ആയി കാണും. ചൂടാണോ ചോദ്യം വേണ്ട. ഒന്ന് കൈതോട്ട് ചൂടായോ? ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നല്ല ചൂടാണല്ലോ. പിന്നെ എത്ര ഇരിക്കുമല്ലേ? ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകുണ്ട്. അല്ല, പച്ചമുളക് ഇട്ടാൽ മതി. എൻ്റെ കണ്ണെല്ലാം കൂടി നെരി തീരവില്ലേ? അതെ അതെ. പൊട്ടിത്തെറിക്കുന്നതിന്റെ ദേഹത്തൊക്കെ ബോംബ്. അതെ അതാ എന്തുവാ മുളകിന്റെ. ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി കിടിയൊക്കെ പോയി. ഇനി അതെല്ലാം ഒരുക്കാനുണ്ട്. സവോള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണം. കുറച്ച് മതി.
കൂടുതലാണോ? അല്ല, കുഴപ്പമില്ല, കിഴങ്ങിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ കുറെ ഉണ്ടോടാ. അത് കുഴപ്പമില്ല, ചിക്കൻ ഇല്ലേ അതിനകത്ത് പിടിക്കും, അതിനകത്ത് ഇടുന്നില്ലല്ലോ, വേറെ ഇടുന്നില്ല. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് മതി. കുറച്ച് ഗരം മസാല ഇച്ചിരി ഇരിക്കട്ടെ. മുളക് പൊടി ആവശ്യത്തിന്. നിനക്ക് എരി വേണോ? കുറച്ച് മതി, കുറച്ചിട്ടാ. ഓക്കെ, കത്തോന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഈ മസാലയുടെ എല്ലാം ഒരു പച്ചച്ചോ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഇടാം. നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മസാല റെഡി ആയപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇടാം. അടയ്ക്കും. ഇവന് കരള് വേണമെന്ന് പറഞ്ഞിട്ട് കരള ഇട്ടേക്കുന്നത്. ഇനി പറഞ്ഞേക്കല്ലേ? ഇല്ല, എനിക്ക് വേണം. ചിക്കൻ നമ്മൾ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കണം അല്ലേ? സോഫ്റ്റ് ആണല്ലേ. വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൂടെ വേണം. നമുക്ക് ഇതിനകത്തോട്ട് കരിവേപ്പില കൂടെ ഇടാം. ഇച്ചിരി ബ്യൂട്ടിഫുൾ ആട്ടെ, എൻ്റെ കമ്പ് വിട്ടെ. ഇളക്കട്ടെ. അതെ, ഇനി ഇളയിക്കും. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി, ഒത്തിരി വേണ്ട. റോസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്ര മതി, അത് വെന്തോളും. ചിക്കൻ സൈഡിൽ കൂടെ എല്ലാം വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യണ്ട, അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് മതി. ഇടയ്ക്കിടയ്ക്ക് ഇളകി. അത് മതിയോ? ആ, മതിയോ? റോസ്റ്റ് അല്ലേ, ഒത്തിരി വേണ്ട. ചിക്കൻ വേഗം, ചിക്കനൊക്കെ വേഗം. സൈലന്റ് കോൺവെർസേഷൻ എന്താണത്? ചിക്കൻ അല്ലല്ലോ, വേഗൂടാ. നീ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? രാഹുലിന് സംശയമാ. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഇടവിട്ട്, 2 മിനിറ്റ് 1 മിനിറ്റ് ഇടവിട്ട്. ഇപ്പം അടുപ്പായതുകൊണ്ട് അത് അല്ലേ അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, ഒന്ന് ഇളകിക്കും. വെള്ളമെല്ലാം വെറ്റണം. അതിന് അടച്ചു വെച്ചു. മതി. ഇനി ആ വെള്ളം അങ്ങ് വറ്റണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു. ഞങ്ങൾ വീട്ടിലെടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇരുട്ടത്താണ്, പരിപാടിയില്ല. ആ ഫ്ലാഷ് വെച്ചോണ്ടിരിക്കുന്നു. ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയൊരു കുട്ടി ട്രീ ഉണ്ട്, അത് സ്റ്റാറൊക്കെ ഇട്ട് സെറ്റ് ആക്കണം. അതേ ലൈറ്റ് ഒന്നും വേണ്ട, ലൈറ്റ് നമ്മൾ ഇത് കണ്ടാൽ മതി. ഉള്ള കണ്ടാൽ മതി. അങ്ങനെ പ്രണവ് കയറി മരത്തെ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. അവിടെ ഫ്ലാഷ് അടിക്കാറുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റാർ കൂടെ ഒക്കെ ഇട്ടാലോ? ഈ ലൈറ്റേ കുറച്ച് സ്റ്റാർ ഇടാം. രാഹുലൂടെ ഇത് ചിക്കൻ റോസ്റ്റ് മാറി ചെറുതായിട്ട് ചിക്കൻ കറി ആവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അതെ, ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇച്ചിരി വെള്ളം കൂടി പോയെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറിയാ. ഇച്ചിരി നേരം ഇരിക്കട്ടെ, അപ്പൊ അങ്ങ് കുറുകും. അപ്പൊ നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തുറന്നു വെച്ച് 2 മിനിറ്റ് വേവിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കണം. കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പും പിന്നെന്താ കുറച്ച് ഇപ്പൊ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയുണ്ട്. എരി കീച്ചട്ടെ. ഉപ്പുണ്ടോ നോക്കിയോ? ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഒന്ന് മിക്സ് ചെയ്യണം.
നല്ല കിടിലൻ കളർ. അതെ കളർ നല്ല അതെ കീച്ചൻ കളർ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് റെഡിയായി അടിപൊളിയായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഗ്രേവി തിക്കാവും. അടിപൊളി കളറാണ്. ചിക്കൻ റെഡിയാകുന്ന സമയം കൊണ്ട് പ്രണവ് ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം മിന്നി കത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്റ്റാർ എവിടെയൊക്കെ തൂക്കിയെന്ന് ഇവന് പോലും അറിയത്തില്ല. അവിടെ എല്ലാം ഉണ്ട്. അതെ ഈ സമയം കൊണ്ട് ഇനി നമ്മുടെ കുട്ടി ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റാക്കണം. അപ്പോഴത്തേക്ക് രാഹുൽ നീ പോയി പൊറോട്ട മേടിച്ചിട്ട് വരത്തില്ലേ? അപ്പോൾ നമ്മുടെ കപ്പയുടെ പ്ലാൻ ചെറുതായിട്ട് മാറ്റിയിട്ട് നല്ല ചിക്കൻ റോസ്റ്റും പൊറോട്ട അടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ടോ അടിപൊളി. കൈ റോസ്റ്റ് ആയി ഉണ്ടോ? ഇതുണ്ട് കണ്ടാൽ തന്നെ അറിയാലോ കീച്ചിനരിയാണ്. അതെ അതെ ഈ കളർ കണ്ടു. ഉള്ള മുളക് പൊടി 2 കിലോ മുളക് പൊടി എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ കറക്റ്റ് ചിക്കൻ കറക്റ്റ് റോസ്റ്റ് ആയില്ലേ? അതെ. അപ്പൊ നമ്മള് പോയി ഇപ്പൊ പൊറോട്ട മേടിച്ചോണ്ട് വന്നു. ഇത് കപ്പയൊന്നും നടക്കത്തില്ല. അടിപൊളിയല്ലേ? കപ്പ യെസ്. അല്ലെങ്കിൽ കപ്പയോട് ചേരത്തില്ല. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റേജ് ആയിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ കറിവേപ്പില സെറ്റ് ആക്കിയില്ലേ? യെസ്. ചിക്കൻ റോസ്റ്റ് എന്തുവാടേ? ചിക്കൻ റോസ്റ്റ്. കളറൊക്കെ ഉണ്ട്. ഭയങ്കര എരിയാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നിനക്കെന്താ കാശ്മീരിയാണോ നീട്ട? എല്ലാ മുളകും ലോകത്തുള്ള എല്ലാ മുളകും അതാ പറയാ മിക്സ് ആവല്ലേ. അതിന്റെ സ്പോട്ട് ലൈറ്റാ. സമ്മതിക്കത്തില്ല. ഇത് പുറകിലെന്തോട്? അത് ബാറ്ററി. പുറകിൽ ആളുണ്ടെന്ന് അറിയട്ടെ. അതിന്റെ ബാറ്ററി റബ്ബർ കൂട്ടാൻ പോ. അതെ റബ്ബർ കൂട്ടാൻ പോകുന്നു. രാവിലെ നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയല്ലേ? നമുക്ക് ന്യൂ ഇയറിന് ഇത് മൊത്തം അങ്ങ് കീച്ചണം. മരം കത്തിക്കും. നമ്മുടെ ചിക്കൻ കറി നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് കൊതിക്കൊന്ന് കളഞ്ഞേക്കാം. കൊതിക്ക് നമുക്ക് ഇച്ചിരി കളഞ്ഞേക്കാം. നമ്മൾ കളഞ്ഞില്ലെന്ന്. അതെ അതെ കൊതിക്ക് നമുക്ക് കളഞ്ഞില്ലെന്ന് വേണ്ട. ഉള്ള കൊതിയെല്ലാം കത്തി പോട്ടത്. അപ്പം നമുക്കിനി കഴിക്കാൻ റെഡിയാക്കാം. പൊറോട്ട അടിക്കാം. അപ്പം നമ്മൾ താഴത്തെ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വലായിട്ട് എത്ര എണ്ണം വേണം? 2 എണ്ണം പോരെ? എനിക്ക് 2 എണ്ണം മതി. ഇന്ന് എരിച്ച് ഇടപാട് തെറ്റാണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അതെ. ചൂടുണ്ടോ? ഇപ്പം ഉണ്ടാക്കിയതാ. അപ്പം നമുക്ക് പൊറോട്ട എടുത്തോണ്ട് വന്നിട്ട് കറി സെറ്റ് ചെയ്യാം. കേട്ടെ ഇട്ടോ? ആരിങ്ങോട്ട് ഇട്ടു? കാലടങ്ങിയിരിക്കും. അവന്റെ ലിവർ അവന് കൊടുക്കണേ. അത് കൊടുത്തേക്ക്. എനിക്ക് വേണ്ട. നല്ല കീച്ചൻ കളറാ. മതി മതി, എനിക്ക് ഇത്ര മതി. ഒരു കാല് കൊടുത്തേക്ക്. അതെ അല്ല അവന് ലിവർ. അവന് ലിവർ. എനിക്ക് ആരൊന്നും വേണ്ട. എന്റെ ലിവർ എന്ത് ചെയ്യടാ? അതൊക്കെ വറ്റി വരണ്ട് കേട്ടു. എന്റെ ലിവർ കണ്ടുപിടി. ഇതല്ലേ? ഇതാണോ? അതല്ല ലിവർ. ലിവർ എന്ത്? ലിവർ ഇട്ടായിരുന്നു.
ഇട്ടില്ലേ ഇവനെ കൊന്നു. കളഞ്ഞത് ഞാൻ കളഞ്ഞില്ല കേട്ടോ. എനിക്ക് വല്ല ഇട്ടോടാ. ഇല്ല ഇല്ല. നേ ഇതാ ലിവർ എടുത്തോണ്ട് പോ. അവന് കൊടുത്തേ. നമ്മളിനി അവന്റെ ഇതെടുത്തോട്ട് പോയത് പറയാം. ലിവർ എനിക്ക് വേണം. കാലെടുത്തോ? എനിക്ക് വേണ്ട. നമ്മള് കാലം ഞാൻ നിന്റെ എടുക്കൂ. അവൻ പീസിന്റെ ആളാ. ഞാൻ പീസിന്റെ ആളാ. എനിക്ക് കാലും കഴിയുന്നു. എനിക്ക് അതൊരു കാഷ്ണം കിട്ടുമോ നോക്കട്ടെ ആദ്യം. എനിക്ക് ഒരു കഷ്ടം കിട്ടി. ഈ കാലിനകത്തൊന്നും കാണത്തില്ല. ഈ കാലിനകത്ത് ഒന്നും കാണത്തില്ല. മതി മതി മതി. അത് മതി അത് മതി. ശരി മതി. നിനക്ക് കഷ്ണം കഷ്ണമല്ല നല്ല കഷ്ണം അല്ലേ? ഇതെന്തുവാ? അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ സാധനം എങ്ങനെ പാളിയോ ഇല്ലയോ എന്ന് ഇവര് പറയും. അതെ, കഴിക്ക് കഴിക്ക്. രുചി നോക്കാൻ. യെസ്, ടേസ്റ്റ് ചെയ്യൂ. നല്ല ചൂടാ. വെന്ത് കേട്ടോ. പിന്നെ അല്ലാണ്ട് എന്തോ അടിപൊളിയാ. ടേസ്റ്റ് ഉണ്ടോ? ഉഫ്. അപ്പൊ ചിക്കൻ റോസ്റ്റ് ഏറ്റു. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? കറക്റ്റാ? ഉപ്പുണ്ട് അല്ലേ? കൂടുതലാണോ? ഓക്കെ, കറക്റ്റാ. ഉപ്പ് സക്സസ്. ആ സോസ് ഒഴിച്ചതിൻ്റെ ഒരു രുചിയുണ്ട്. എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് ബ്രോ. സോസ് ബാക്കി സോസൊക്കെ ഉണ്ട്. അയ്യേ, ഇനി ഇതിൻ്റെ കൂടെ സോസ് കഴിക്കാൻ. അതിൻ്റെ കൂടെ സോസ് ഒന്നും ഒഴിക്കണ്ട, അഴിക്കാം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ സാധനം ആദ്യം ഉണ്ടാക്കിയ പേറ്റായിരുന്നു. ഈ വട്ടം ഏറ്റവും നോക്കട്ടെ. സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. സ്വയം പുകഴ്ത്തിയേക്കാം. കൊള്ളാം. നല്ല ചിക്കൻ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇത്ര നേരം സ്ലോ കുക്ക് ചെയ്തുകൊണ്ടേ നല്ലോണം ഏറ്റിട്ടുണ്ട്. എരിക്കുന്നതിന് ഇപ്പോഴേ ഒഴിച്ചു വെച്ചോ. എരിയുണ്ട്. എനിക്ക് വലിയ എരിയൊന്നും തോന്നുന്നില്ല. വലിയ എരിയില്ല. കറക്റ്റ് സാധനമാണ്. ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കാണാൻ ഇരിക്കുക. കളറുണ്ടോ? നീ ലൈറ്റ് ഒന്ന് വെച്ച് നമുക്ക് വിശാലമായിട്ട് കഴിക്കും. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി. അപ്പൊ ഇനി ഞാനോട് അതെ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. ഒന്നും പറയില്ല. സ്വയം പൊങ്ങുമല്ല, എന്നാലും പാൽപ്പായസം കഴിഞ്ഞാൽ പിന്നെ അടിപൊളി അല്ലേ? അതെ അതെ. അവന് ഹെഡ്ലൈറ്റ് അങ്ങ് ബോധിച്ചു. ഇപ്പൊ ഇവൻ എന്തിനാ അങ്ങോട്ട് അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രണവ് അവിടെ ആരണ്ടെ കണ്ടെന്ന്. ആ പ്രണവ് അവിടെ മുള്ളിൽ നിൽക്കുക. അപ്പൊ ഇന്നത്തെ ചിക്കൻ കറി കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ചെയ്തിട്ട് നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നി എന്ന് കമന്റ് ഇട്ടോ. പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. ഈ സാധനം ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ന്യൂ ഇയറിന് സമയം കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം. കൊച്ചാണ്ണ തലേന്ന് ഊരാവും. വെട്ടം തിരിച്ചടിക്കുന്നു. ഇനി ഈ സാധനം എല്ലാം തിരിച്ച് വീട്ടിൽ കൊടുക്കണം. ഉണ്ടാക്കിയ ചിക്കൻ കറി അവർക്ക് കൊടുക്കണം. എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിച്ചു. വയ്യ, ക്ഷീണമായി, കഴിച്ചു വയ്യ. ജീവിതം നിർത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ പരിപാടി ഇനിയൊന്നും ഇല്ലേ? ഇനി എന്തോ, ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഇനി ബായ് ബായ് കൊണ്ടുവരാൻ നല്ല രസമായിരുന്നു. ഇത്രയും സാധനവും തോഴ വീട്ടിൽ കൊണ്ടുപോകണം. അതെ അതെ, ഇതെല്ലാം ഞുള്ളിപ്പറക്കി കൊണ്ടുപോകണം. അതെ അതെ. ഒരു മണിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതെ അതെ അതെ. അത് ഇപ്പൊ ഇതിനകത്ത് കാണത്തില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? പറയൂടോ. അതെ, ഞാൻ എന്റെ ബാക്കി പറയുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. മുമ്പേ പറഞ്ഞില്ലായിരുന്നോ മണിയണിയ സാധനം? ഈ സാധനമാണ്. ഈ കാട്ടുപന്നി കയറി ഇവിടെ നിന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ ഡിസൈൻ ചെയ്ത സാധനം. അതെ അതെ, നല്ല മണിയാ. അതുകൊണ്ട് പന്നി ഒത്തിരി കയറത്തില്ല. അതെ അതെ. വെയിറ്റ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.
ബൈ.